ദക്ഷിണകാശി വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്റർ മാറിയുള്ള തിരുനെല്ലി. കർണാടക അതിർത്തിയോട് ചേർന്നുള്ള സഹ്യാദ്രി പർവ്വതനിരകളുടെ ഭാഗമായ ബ്രഹ്മഗിരി കുന്നുകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് നേച്ചർ ക്ലബിൻ്റെ ഭാഗമായി നമ്മൾ യാത്ര ചെയ്യുന്നത്. നിബിഡ വനങ്ങളുടെ സാമീപ്യം ഈ സ്ഥലത്തെ സന്ദർശകർക്ക് കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. പക്ഷിശാസ്ത്രജ്ഞരുടെയും ട്രക്കർമാരുടെയും പറുദീസ എന്നും ഈ ഗ്രാമം അറിയപ്പെടുന്നു. പാപനാശിനി അരുവി ഉള്ളതിനാൽ ഈ ഗ്രാമം ഒരു തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്നു. പുരാതന വിഷ്ണു ക്ഷേത്രമായ തിരുനെല്ലി വടക്കൻ വയനാട്ടിൽ നിന്നും 900 മീറ്റർ ഉയരത്തിൽ മലകളാലും വനങ്ങളാലും ചുറ്റപ്പെട്ട താഴ്വാരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ തിരുനെല്ലി സന്ദർശിച്ച് മരിച്ച തൻ്റെ പിതാവായ ജമദഗ്നിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി എന്നതാണ് ഐതിഹ്യം. കാരണത്താൽ ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ പിതൃകർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് 600 രൂപ ഫീസിൽ ട്രക്കിംഗ്, സ്റ്റേ, ഫുഡ് ആൻഡ് അവയർനെസ് ക്ലാസ് ഒരുക്കിയിരുന്നു. DYRO ഗഫൂർ സർ, സുർജിത് സർ, മുനീർ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന അവയർനെസ് ക്ലാസ്സിന് ശേഷം ഞങ്ങൾ ജംഗിൾ സഫാരിയിലേക്ക് കടന്നു. കാടിൻ്റെ നിശബ്ദതയ്ക്ക് മുറിവേൽപ്പിക്കാതെ വനഭംഗി ആസ്വദിക്കാനും വനമൃഗങ്ങളെ കാണുവാനും ഞങ്ങൾക്ക് വനപരിപാലകർ അവസരമൊരുക്കി. പുലിയെ തിരഞ്ഞിറങ്ങിയ ഞങ്ങൾ ആനയെയും കാട്ടിയെയും മാനിനെയും മയിലിനെയും കണ്ട് തൃപ്തിപ്പെട്ടു മടങ്ങി. പിറ്റേന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ക്യാമ്പിൻ്റെ പ്രധാന ആകർഷണമായ ട്രക്കിങ്ങിനു വേണ്ടി ഗൈഡുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു. ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം, ഭക്ഷണം എന്നിവ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു. കൊടും കാടിലൂടെ നടന്ന് തളർന്ന ഞങ്ങൾക്ക് ക്ലോക്ക് ടവർ ഒരു ആശ്വാസമായി. 3 കിലോമീറ്റർ കുത്തനെയുള്ള പുൽമേടുകളാൽ നിറയ്ക്കപ്പെട്ട കുന്നുകൾ താണ്ടിയായിരുന്നു ലക്ഷ്യത്തിലെത്തിയത്. കാലാവസ്ഥ മഴയും തണുപ്പും ആയതിനാൽ റെയിൻകോട്ട് ഞങ്ങൾ ധരിച്ചിരുന്നു. വഴിമധ്യേ 1 കിലോമീറ്റർ ദൂരമുള്ള ശ്രീകോവിലേക്കുള്ള കൽപ്പാത്തി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിതൃതർപ്പണം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. ആനയും പുലിയും ഇറങ്ങുന്ന കാടായതിനാൽ ഗൈഡുകളെ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു. സെപ്റ്റംബർ മാസം തൊട്ടാണ് ട്രക്കിങ്ങിന് അനുയോജ്യമായ സമയം. ഇവിടെ നിന്നും കയറ്റം ആരംഭിക്കുന്നു. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണിത്. പ്ലാസ്റ്റിക് വർജിക്കാനുള്ള വാർണിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. 36 വിദ്യാർത്ഥിനികൾ അടങ്ങിയ യാത്രയിൽ വളരെ കുറച്ചു പേർ മാത്രമേ ബ്രഹ്മഗിരി കുന്നിൻ്റെ മുകളിലെത്തിയുള്ളൂ. നല്ല കോടയും കാറ്റും ചാറ്റൽ മഴയും ഉള്ളതിനാൽ കാഴ്ചകൾ ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ഗൈഡ് കാഴ്ചകളെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു. കേരള കർണാടക ബോർഡർ, കുടക് ഇരിപ്പു ഫാൾസ്, ബാണാസുര സാഗർ ഡാം, മൈസൂർ ബീച്ച് ഡാം എന്നിവ ഇവിടെ നിന്നും കാണാൻ സാധിക്കുമായിരുന്നു. ഒരിക്കലെങ്കിലും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഈ ട്രക്കിംഗ് സ്പോട്ട് മിസ് ചെയ്യരുത്. ഓരോ മല കയറുമ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കാണാൻ കുഴങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇതിനെ ടോപ്പിലെത്തണം എന്നുള്ളൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു മല കയറാൻ വിളിച്ച് ഞാൻ 4 കയറി. ചേട്ടൻ എത്ര വർഷമായി കാട്ടിൽ പോകുന്നത്? 10-26 വർഷമായി. ഒരനുഭവം അനുഭവം പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടത്തോട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4-5 ആൾ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. എത്ര വർഷമായി ഇപ്പൊ കാട്ടില് പോണ ഇങ്ങനെ? 20 വർഷമായി. 20 വർഷത്തിന്റെ ഇടയിൽ ചേട്ടനുണ്ടായ ഒരു അനുഭവം അനുഭവം പിന്നെ ആനയൊക്കെ ഓടിക്കുന്നു. ആന ഓടിക്കുന്നു. ഇവിടെ നമ്മളെ പാത്തി എന്ന് പറയുന്ന സത്യം ഇങ്ങനെ ഇടക്കിടക്ക് പോകുമ്പോൾ ഇത് കണ്ണിക്കണ്ടവനൊക്കെ കാണും. കടുവനെ, മാനിനെ. നിങ്ങൾ എങ്ങനെയാണ് അതിന് രക്ഷപ്പെടല്? അത് ഞങ്ങളെ വഴി മാറിപ്പോകും. പാപനാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ വന്നിട്ട് ബലിയിടുന്ന സ്ഥലമാണ് പാപനാശി എന്ന് പറയുന്നത്. പാപനാശിനെ ബലിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനിവിടെ വന്നിട്ടാകെ 3 മാസമായിട്ടുള്ളൂ. ഈ ക്യാമ്പിനെ കുറിച്ചാണോ? ക്യാമ്പ് പറഞ്ഞാൽ വളരെ, അതായത് നമ്മളൊരു പരീക്ഷണം എന്ന രീതിയിലാണ് ക്യാമ്പ് തുടങ്ങിയത്. പക്ഷേ ഇവിടെ വരുന്നവരിൽ നിന്ന് നല്ല മികച്ച പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ദിവസം അതുകൊണ്ട് തന്നെ ക്യാമ്പ് കൂടുതൽ മെച്ചപ്പെട്ട് വരികയും ഇതിൻ്റെ നമ്മളിപ്പം ഈ ബ്രഹ്മഗിരി മലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രക്കിങ്ങൊക്കെ വളരെ നന്നായിട്ട് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ വന്ന് പോയി ഇത് പുറത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ അടുത്ത ഒരുപാട് ആൾക്കാരും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
കുട്ടികളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിരുനെല്ലി പിന്നെ നമ്മളെ ബ്രഹ്മഗിരി മലയിൽ കയറുക, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സാഹസികതകൾ, അതോടൊപ്പം തന്നെ പ്രകൃതിയെക്കുറിച്ച് അറിയാനും പ്രകൃതിയിലേക്ക് കൂടുതൽ ഇറങ്ങാനും വേണ്ടിയുള്ളൊരു ക്യാമ്പായിട്ടാണ് മാറ്റുന്നത്. കാരണം നാളെ വരുന്ന ഇന്നത്തെ വിദ്യാർത്ഥികളിലാണ് നമ്മുടെ ഈ വന സംരക്ഷണത്തിനൊക്കെ പാഠങ്ങൾ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പ്രകൃതി അടുത്തറിയുന്നതോടുകൂടി ഈ വനസംരക്ഷണത്തിന്റെ വലിയൊരു മാതൃകയിലേക്ക് കുട്ടികൾക്ക് മാറാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ ആ ഡോഗിനെ കണ്ടപ്പോൾ ശരിക്കും അനീസറടുത്തേക്ക് ഇസ്താഖിസറടുത്തേക്ക് ഓടിയതാണ്. അതിന്റെ വെയ്ത്താലെ കൂടെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, മറക്കാൻ പറ്റൂല കേട്ടോ. നല്ല പേടിയുന്നു, അതിലെവിടെ എന്താ ഉണ്ടാവുക. പിന്നെ അട്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അട്ടനെ പേടിച്ചിട്ട് പതുക്കെ നടന്നിരുന്നത്. അതിന്റെ കട്ടിട അങ്ങനെയൊക്കെ ആയിരുന്നു. കടിച്ചു കഴിഞ്ഞപ്പോൾ കുറേ വേദന അല്ലാതെ കുറേ ചോരയുണ്ട്. പിന്നെന്താ അത് ഒരു വിഷയമല്ലാതായി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ട്രക്കിങ് അടിപൊളിയായിരുന്നു. പിന്നെ ട്രക്കിങ് എന്താ ലേറ്റായി എത്താനെല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് നിർത്തം